ഈ ഒരു സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ ആണെന്ന്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A1-ലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മെയിൽ റൈറ്റിംഗ്. നമ്മളുടെ A1 ലെവൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇത്രയും സീരീസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് പല ഗ്രാമർ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാമറൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ A1 ലെവലിൽ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യാം, ഈ ഒരു കാര്യം കൂടെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ നോക്കുന്നത്. ഗോയത്തെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾ ജർമ്മൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു മെയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ A1 ലെവലിലെ എക്സാംസ് ഒക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പഠിച്ച ഈ ഒരു സീരീസിലെ ഗ്രാമർ ടോപ്പിക്സും കാര്യങ്ങളും വെച്ചിട്ട് എങ്ങനെ ഒരു മെയിൽ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ സീരീസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് പലർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു പ്രോപ്പർ ആൻസർ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം അത്രത്തോളം ഈസി ആയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഏതൊരാൾക്കും പോസിബിൾ ആണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് ചെയ്തതും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള അസൈൻമെൻറ്റ്സ് തന്നിരുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസൈൻമെൻറ്റ്സ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് കാണാൻ പറ്റും. അതായത് ഇതുപോലുള്ളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത്തരത്തിലുള്ളൊരു ടീച്ചിങ് പാറ്റേൺ അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രിക്സും ഹാക്സുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കാതെ നിങ്ങളൊരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ ഒരു മൈന്യൂട്ട് ടൈം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ അസൈൻമെൻറ്റ്സ് ആഡ് ചെയ്തത്. സോ ലെറ്ററും മെയിലും വരുന്ന സമയത്ത് ഓരോ ലെവലിനനുസരിച്ച് അതിൻ്റെ ഫോർമാറ്റിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് A1 ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ലെറ്റർ എഴുതാം അല്ലെങ്കിൽ മെയിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് നോക്കേണ്ടത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമുക്കറിയാം ഏതൊരു ലാംഗ്വേജിൽ ലെറ്ററും മെയിലും എഴുതുന്ന സമയത്ത് ഒരു ഫോർമാറ്റ് ഉണ്ടാവും. സോ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഒരു മെയിലിൻ്റെ ഫോർമാറ്റാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അൻ എന്ന് പറയുന്ന വാക്കാണ്. അതായത് ടു ആർക്കാണോ നിങ്ങൾ ഈ മെയിൽ അയക്കുന്നത് അയാളുടെ ഇമെയിൽ അഡ്രസ്സാണ് നിങ്ങളവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു മെയിൽ അയച്ചിരിക്കുന്നത് മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. സോ ആളുടെ മെയിൽ അഡ്രസ്സാണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അൻ എന്നുള്ളടുത്ത് നിങ്ങൾ ആളുടെ ഇമെയിൽ ID ഫില്ല് ചെയ്യണം. ഫോർ എക്സാമ്പിൾ muller@gmail.com. ഓക്കെ, സോ ഇത്തരത്തിൽ ഒരു മെയിൽ ID ഫില്ല് ചെയ്യുക. ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആർക്കാണോ നിങ്ങൾ മെയിൽ അയക്കുന്നത് ആളുടെ മെയിൽ അഡ്രസ്സാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ബെത്രഫ്, അതായത് സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഐൻലാഡും ഷ്രൈബൻ. ഐൻലാഡും ബിഡോയ്റ്ററ്റ് ഇൻവിറ്റേഷൻ, ഷ്രൈബൻ എഴുതുക. സോ ഇൻവിറ്റേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ്? ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ്. സോ കൂടുതലൊന്നും ഉണ്ടാവരുത്. നമ്മളുടെ ബെത്രഫ് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നു ഐൻലാഡും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐൻലാഡുംസും ഗെബൂട്ട്സ്ടാഗ് എന്ന് മെൻഷൻ ചെയ്യുക. അതായത് ഇൻവിറ്റേഷൻ ഫോർ ബർത്ത്ഡേ എന്നുള്ളത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഐൻലാഡും എന്ന് മെൻഷൻ ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഒരു സ്പേസ് വിട്ടിട്ടാണ് ഞാൻ സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലീബർ മാത്യൂസ്, അതായത് ഡിയർ മാത്യൂസ് എന്നുള്ളത്. ഇത് നിങ്ങൾ എഴുതുന്നത് ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ലീബർ എന്നാവില്ല നിങ്ങൾ യൂസ് ചെയ്യുക, ലീബർ എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ലീബർ അന്ന. പക്ഷേ ഇവിടെ പുരുഷനാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തത് ലീബർ മാത്യൂസ് എന്ന് യൂസ് ചെയ്തത്. എന്നിട്ട് ഒരു കോമ ചേർക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കുക, ജർമ്മനിൽ മെയിൽ അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്ന സമയത്ത് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതണം. അതുകൊണ്ടാണ് വി ഗേറ്റ്സ് ഹൗ ആർ യു എന്നുള്ളതിൻ്റെ വി ഗേറ്റ്സിൻ്റെ W നമ്മളവിടെ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുത്തത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. സോ വി ഗേറ്റ്സ് ഹൗ ആർ യു, ഇഷ് ഹോഫർ Dear Gates good. Ich hoffe. I hope. Dear Gates good. You are fine. So ഒരു നോർമൽ മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ കണ്ടന്റിലോട്ട് കിടക്കുന്നത്. Meine Schwester Anna hat am Montag Geburtstag. So meine Schwester, my sister. ഇനി സിസ്റ്ററിന്റെ പേര് പറയുന്നുണ്ട് അന്ന. സോ എൻ്റെ സിസ്റ്റർ അന്നയ്ക്ക് മൈനസ് ഷെസ്റ്റർ അന്ന
hat am Montag Geburtstag birthday. So hat ഇവിടെ നമ്മൾ haben എന്നുള്ള വെർബിന്റെ കോൺജുഗേഷൻ നമ്മൾ ഹാർട്ട് എന്ന് കൊടുത്തു. പിന്നെ ഡേയ്സിന്റെ മുൻപ് യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ആണ് am എന്ന് പറയുന്നത്. സോ meine Schwester Anna hat am Montag Geburtstag. സോ എൻ്റെ സിസ്റ്റർ അന്നയ്ക്ക് മൺഡേ ബർത്ത്ഡേ ആണ് എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ നമ്മൾ വായിച്ച സമയത്ത് ഹൗ ആർ യു പറഞ്ഞു, എന്നിട്ട് ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്ന് പറഞ്ഞു. മൈ സിസ്റ്റർ അന്ന ഹാവ് ബർത്ത്ഡേ ഓൺ മൺഡേ. എൻ്റെ സിസ്റ്റർ അന്നയ്ക്ക് മൺഡേ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറയാണ് Ich möchte dich und deine Familie einladen. Ich möchte നമ്മൾ പഠിച്ച möchten എന്ന് പറയുന്ന വെർബ്. സോ ഐ വുഡ് ലൈക്ക് ടു dich und deine Familie einladen. einladen നമ്മൾ പഠിച്ച ത്രൻബാരെ വെർബിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രൻബാരെ വെർബ് ആയിരുന്നു ടു ഇൻവൈറ്റ്. സോ ich möchte dich und deine Familie. ഇത് നമ്മളുടെ പേഴ്സണൽ പ്രൊണോമൻ. അതുപോലെ deine Familie പൊസസീവ് ആർട്ടിക്കിൾ, deine നിന്റെ ഫാമിലി. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ആൻഡ് യുവർ ഫാമിലി. ഓക്കെ, അതാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ദി പാർട്ടി ഫേങ്റ്റ് 18 Uhr an. ദി പാർട്ടി ഫേങ്റ്റ് 18 Uhr an. സോ ദ പാർട്ടി ഫേങ്റ്റ് 18 Uhr an. ഇവിടെ യൂസ് ചെയ്ത വെർബ് എന്ന് പറയുന്നത് ത്രൻബാരെ വെർബാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രിഫിക്സ് ലാസ്റ്റ് പോയത്. സോ അൻഫാങ്കൻ ടു ബിഗിൻ എന്നുള്ള അർത്ഥം നമ്മൾ ഓൾറെഡി പഠിച്ച വാക്കാണ്. സോ ദി പാർട്ടി ഫേങ്റ്റ് 18 Uhr an. പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 6 മണിക്ക്, ഈവനിങ് 6 o'clock-നാണ്. Und and es findet im Park statt. സോ സ്റ്റാർട്ട് ഫിൻഡൻ എന്ന് പറയുന്ന ത്രൻബാരെ വെർബാണ് യൂസ് ചെയ്തത്, അതായത് ടേക്ക് പ്ലേസ്. അപ്പോൾ അത് ടേക്ക് പ്ലേസ് ചെയ്യുന്ന എവിടെ? എസ് ഫിൻഡറ്റ് ഇം പാർക്ക് സ്റ്റാർട്ട്. അതൊരു പാർക്കിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഈ പാർട്ടി. നെക്സ്റ്റ് പറയാണ് കാൺസ് ദു ഐൻ ബിയർ മിറ്റ് ബ്രിങ്ങൻ. മിറ്റ് ബ്രിങ്ങൻ നമ്മൾ പഠിച്ച ത്രൻബാരെ വെർബാണ്, പക്ഷെ ഇവിടെ മൊഡാൽ വെർബ് വന്നതുകൊണ്ട് കോൺജുഗേറ്റ് ചെയ്യാതെ ലാസ്റ്റ് പോയതാണ്. കാൺസ് ദു ഐൻ ബിയർ മിറ്റ് ബ്രിങ്ങൻ. കാൺസ് ദു ഐൻ ബിയർ മിറ്റ് ബ്രിങ്ങൻ. താങ്കൾ വരുന്ന സമയത്ത് ഒരു ബിയർ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അത്രത്തോടുകൂടെ കണ്ടന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് മലയാളത്തിലൊക്കെ പറയാറുണ്ട്, അല്ല ഇംഗ്ലീഷിൽ ലവിംഗ്ലി ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറയുന്ന പാറ്റേണിൽ ജർമ്മനിൽ യൂസ് ചെയ്യേണ്ടതാണ് ഫീൽ ഗ്രൂസ് തോമസ്. ആരാണോ ലെറ്റർ എഴുതിയത് ആളുടെ പേര് എഴുതി ഫീൽ ഗ്രൂസ്. സോ ഇതാണ് ഒരു മെയിലിന്റെ പാറ്റേൺ വരുന്നത്. ഇനി ഇത് ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ അന്നും ബെറ്റർ ഓഫ് ഒഴിവാക്കിയാൽ മതി. അതായത് ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെറ്റർ ആയിട്ട് മാറും. ലീബർ മാത്യൂസ് ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. സോ മെയിൽ ആണെങ്കിൽ അന്നും ബെറ്റർ ഓഫ് ആഡ് ചെയ്യാം. ലെറ്റർ ആകുന്ന സമയത്ത് ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു ലെറ്ററായി. ഇതെല്ലാം തന്നെ മാർജിനോട് ചേർന്നിട്ടാണ് വരേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് A1 ഗോയത്തെ പാറ്റേണിൽ അല്ലെങ്കിൽ A1 എക്സാമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. മെയിൻലി ക്വസ്റ്റ്യൻ വരുന്നത് ഒരു അയൻലാഡും എഴുതാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴാണ് പാർട്ടി അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ്, ഗെഷങ്ക് അതായത് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്. ഇതിലിപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം, അതായത് ഏത് ലെറ്റർ A1 അല്ലെങ്കിൽ ഏത് മെയിൽ വരുന്ന സമയത്തും കോമൺ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്ററിൻ്റെയും മെയിലിൻ്റെയും ഫോർമാറ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സല്യൂട്ടേഷൻ ലീബെ അല്ലെങ്കിൽ ലീബർ എന്ന് പറയുന്ന വാക്ക് അത് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യുക. കോമ ചേർക്കണം, സ്റ്റാർട്ടിങ് ലെറ്റർ സ്മോൾ ലെറ്റർ ആവണം എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് A1 ലെവൽ ആകുന്ന സമയത്ത് ഫോർമൽ ലെറ്റർ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇൻഫോർമൽ ആണ് എപ്പോഴും വരിക. സോ ഓട്ടോമാറ്റിക്കലി ഇൻഫോർമൽ, അതായത് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വി ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഹൗ ആർ യു എന്നിട്ട് പറയുകയാണ് ഐ ഹോപ്പ് ദിയർ ഗേറ്റ്സ് ഗുഡ്, ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഇത് നിങ്ങൾക്ക് ഏതൊരു ഇൻഫോർമൽ ലെറ്ററിലും യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടുള്ള 4 സെൻറ്റൻസിലാണ് നിങ്ങൾ കണ്ടന്റിൽ ചേഞ്ച് വരുത്തേണ്ടത്. അത് എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ തോമസിൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്, അതിന് മാത്യൂസിനെ ഇൻവൈറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മൈന ഷ്വെസ്റ്റർ അന്ന ഹാട്ടം മോണ്ടാഗ് ഗെബൂട്ട്സ്റ്റാഗ് എന്നുള്ള പാറ്റേണിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ലാസ്റ്റ് വരേണ്ട ഫീൽ ഗ്രൂസയും തോമസും. അതായത് ആ ലാസ്റ്റ് കൊടുക്കേണ്ട സല്യൂട്ടേഷൻ കൊടുക്കുക, അതിൻ്റെ താഴെ ആരാണോ ഈ ലെറ്റർ അല്ലെങ്കിൽ മെയിൽ എഴുതുന്നത് ആളുടെ പേര് മെൻഷൻ ചെയ്യുക. ഇനി ഈ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പെർഫെക്റ്റ് ലെറ്റർ ആണ് ശരിക്കും. A1 ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത്
ഈ ഒരു ലെറ്ററിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന അപ്പോൾ പല ഗ്രാമറുകൾ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിയർ ഗേറ്റ്സ് ഗുഡിൽ ദിയർ പേഴ്സണൽ പ്രൊണോമൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോണ്ട ഗെബൂട്ട്സ്റ്റാഗ് അവിടെ ടൈം നിങ്ങൾ ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മ്യോസ്റ്റ് എന്നുള്ള വെർബ് യൂസ് ചെയ്തു. ദിഷ് ഉൺ ദൈന ഫാമിലി പേഴ്സണൽ പ്രൊണോമൻ യൂസ് ചെയ്തിട്ടുണ്ട് അക്യൂസാറ്റീവിൽ. അതുപോലെ ദൈന ഫാമിലി പൊസസീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഐൻ ലാഡൻ ട്രെൻബാറെ വെർബൻ യൂസ് ചെയ്തിട്ടുണ്ട്. അൺഫാങ്കൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാമർ നമ്മളിപ്പോൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ഗ്രാമറുകളും ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീരീസിൽ ലൈക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇൻക്ലൂഡ് ചെയ്യാത്ത അക്യൂസാറ്റീവ് അതുപോലെ ഡാറ്റീവ് എന്നുള്ള കുറച്ച് കോംപ്ലക്സ് ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. നമ്മളത് ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പല ട്രിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലെറ്റർ ഫോം ചെയ്തു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് A1 ലെവൽ നിങ്ങൾ പാസ്സാവാൻ നിങ്ങൾക്ക് മെയിൻലി ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു സീരീസിൽ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും. അതും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ജർമ്മൻ ഭാഷ കുറേ പേര് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സമയത്ത് ഇത് അത്രത്തോളം ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇത് സംസാരിക്കാമെന്നുള്ള ആ ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഇത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ വശങ്ങളും എങ്ങനെ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ആ ഒരു പാറ്റേണിലല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടക്ട് ചെയ്തത്. എങ്ങനെ മെയിൽ അല്ലെങ്കിൽ ബ്രീഫ് അല്ലെങ്കിൽ ലെറ്റർ എഴുതാന്നുള്ള ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് A1 ലെവലിൽ അത്ര ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ A2 എത്തുന്ന സമയത്തും B1 എത്തുന്ന സമയത്തും B2 എത്തുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന പാറ്റേൺ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ A1 എന്ന് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ A2 എടുക്കുന്ന സമയത്താണെങ്കിലും B1 B2 ഒക്കെ പഠിക്കുന്ന സമയത്തും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ബെറ്റർമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ A1 എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളോട് സ്പീക്കിങ്ങിൽ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഷോണൻ സിബിറ്റർ ഫോർസ്റ്റലൻ, അതായത് കുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതുപോലെ നിങ്ങൾ ഷ്രൈബൻ അല്ലെങ്കിൽ റിട്ടൺ എക്സാമിന് പോകുന്ന സമയത്ത് മെയിൻലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ ഷ്രൈബൻ അല്ലെങ്കിൽ ബ്രീഫ് ഷ്രൈബൻ. സോ ആ സമയത്ത് എങ്ങനെ ബ്രീഫ് എഴുതണം അല്ലെങ്കിൽ എങ്ങനെ ഇമെയിൽ എഴുതണം എന്നുള്ള ഫോർമാറ്റും അതിൻ്റെ ഒരു കണ്ടന്റിൻ്റെ ഐഡിയയും നമ്മൾ പഠിച്ച ഗ്രാമർ ടോപ്പിക്സ് വെച്ചിട്ടും നമുക്ക് എഴുതാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രോപ്പർലി നിങ്ങൾക്ക് മെൻഷൻ ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രത്തോളമായിരുന്നു. നിങ്ങൾക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു ഗ്രാമർ ടോപ്പിക് ഞാൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു ഗ്രാമർ ടോപ്പിക് പഠിച്ചതിൻ്റെ ശേഷം ഞാൻ അതെൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം. അതായത് എക്സ്ട്രാ ഒരു ടൈം കണ്ടെത്താതെ അല്ലെങ്കിൽ അതിന് കൂടുതലൊരു ടൈം സ്പെൻഡ് ചെയ്യാതെ, ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, വേണ്ടാന്നല്ല. പക്ഷേ ബിസി ആയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്കിന് പോകുന്ന പ്രൊഫഷണൽസൊക്കെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിൽ എത്തുന്ന ആ ഒരു ടൈം മതി ശരിക്കും നിങ്ങൾക്ക് ലാംഗ്വേജ് റിവൈസ് ചെയ്യാൻ. അത്തരത്തിലുള്ള ടൈമാണ് നിങ്ങളിതിന് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം ലാംഗ്വേജ് പഠിക്കുന്നത് ജർമ്മൻ എന്നല്ല, ഏത് ഭാഷ പഠിക്കുന്ന ഒരാൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സീരീസിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു വീഡിയോ സീരീസ് കണ്ട് നിങ്ങളിതിൻ്റെ പല അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് വെറുതെ ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ക്യാഷ് പ്രൈസ് തന്നെ ഒരുക്കുന്നുണ്ട്.